നമസ്കാരം. ഹോട്ട് ടീ ആൻഡ് ടോക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപന്റെ ആരോപണം ഏറ്റെടുക്കുകയാണ് KSU. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നടപടിക്ക് ശേഷം മന്ത്രിയെ മണ്ഡലത്തിലെ കണ്ടിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. യുഹാനോൻ മൗർ മിലിത്തിയോസിന്റെ പരാമർശങ്ങൾക്ക് സുരേഷ് ഗോപി തന്നെ വിശദമായി മറുപടി നൽകുമെന്നാണ് BJPയുടെ പ്രതികരണം. MPയെ കാണാനില്ല എന്നുള്ളതാണ് ഹോട്ട് ടീ ആൻഡ് ടോക്ക് ഈ വാർത്താ സായാഹ്നത്തിൽ ചോദിക്കുന്നത്. ഗോകുൽ ഗുരുവായൂർ ഈ പരാതിക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള KSUവിന്റെ ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ K സോമൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തത്സമയം നമുക്കൊപ്പം ഹോട്ട് ടീ ആൻഡ് ടോക്കിൽ ചേരുകയാണ്. ഇരുവർക്കും സ്വാഗതം. ആദ്യം ഗോകുൽ ഗുരുവായൂരിലേക്കാണ്. ഗോകുലില് പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തടിസ്ഥാനത്തിലാണ് ഗോകുൽ ഇങ്ങനെ ഒരു പരാതി പോലീസിൽ നൽകിയത്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള ഈ പറയുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എവിടെയും കാണാനില്ല എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ അന്വേഷണ വിധേയമായിട്ട് അറിയാൻ സാധിച്ചത്. ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ മേയർ, അതായത് തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള തൃശ്ശൂർ മേയർ അടക്കം ഇത്തരത്തിലൊരു പരാമർശവുമായി കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈദ്യുത പദ്ധതി അവിടെ നടത്തുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ പറയുന്ന കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള തൃശ്ശൂരിലെ പാർലമെന്റ് MP കൂടിയായിട്ടുള്ള ഏറെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയെ ഇവർ സമീപിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇവരെ ക്ഷണിക്കുന്നതിനായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവർ, തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഒരു നിയമസഭ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ഒരു അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ ഈ പറയുന്ന കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂരിലെ MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ഫോണിൽ പോലും കിട്ടാത്തൊരു സാഹചര്യം, എവിടെയാണ് എന്ന് അറിയാത്ത രീതിയിൽ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഈ കോർപ്പറേഷൻ മേയർ അടക്കം ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടുന്നില്ല, എവിടെയാണ് എന്ന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിക്ക് മറ്റൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ എത്തിച്ചേർന്ന ഈ പറയുന്ന മന്ത്രി കൂടിയായിട്ടുള്ള K രാജന്റെ ഫോണിൽ നിന്നും ഈ രീതിയിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഈ പറയുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിക്കും. ഈ മന്ത്രിക്ക് പോലും ഇദ്ദേഹത്തെ ഫോണിൽ പോലും ലഭിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാകുന്ന ആളാണ്, കേന്ദ്രമന്ത്രിസഭാ യോഗങ്ങളൊക്കെ പങ്കെടുക്കേണ്ട ഒരാളാണ്. ആ അർത്ഥത്തിൽ മുഴുവൻ സമയത്തും തൃശ്ശൂരിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഒരു MP മാത്രമല്ലല്ലോ അദ്ദേഹം, മാത്രമല്ല ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം ഉൾപ്പെടെ നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ തൃശ്ശൂരിൽ തന്നെ അദ്ദേഹത്തെ കാണണം എന്ന് വാശി പിടിക്കുന്നതിൽ രാഷ്ട്രീയമാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഒരിക്കലും തൃശ്ശൂരിൽ തന്നെ പൂർണ്ണ സമയം തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകണം എന്ന് വാശി പിടിക്കുന്നില്ല. ഏകദേശം മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഈ പറയുന്ന രീതിയിൽ ജില്ലയിലേക്ക് ഒന്ന് വന്ന് ജനങ്ങൾ ഇവിടെ ഉണ്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയെങ്കിലും ഈ പറയുന്ന രീതിക്ക് ഞാൻ തൃശ്ശൂർ ഉണ്ട്, ഞങ്ങൾ തൃശ്ശൂർ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം ഇളക്കി തൃശ്ശൂർ എടുത്ത ഒരു വ്യക്തിയെ ഈ പറയുന്ന സമീപ കാലങ്ങളിലൊന്നും, ഈ പറയുന്ന സമീപ ദിവസങ്ങളിലൊന്നും ഈ പറയുന്ന ഈ ജില്ലയിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ കാണുന്നില്ല. ഇത് എന്ന് തൊട്ടാണ് കൃത്യമായിട്ട് ഇവരെ കാണാതായത് എന്നുള്ളത് കൂടി പറയാം. ഈ പറയുന്നത് കഴിഞ്ഞ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ ഈ കന്യാസ്ത്രീകളെ വ്യാജ മനുഷ്യ മതപരിവർത്തനം ആരോപിച്ച് ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ഈ പറയുന്ന രീതിക്ക് തീരെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കാൻ അല്ലെങ്കിൽ പോലും ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വീരപ്പൻ ഈ പറയുന്ന രീതിയിൽ സിനിമാ നടന്മാരെ തട്ടിക്കൊണ്ടുപോയി ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആണോ എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹം എവിടെയാണ്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ അതോ ഇനി അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് പോലും ഈ പറയുന്ന BJPയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെടുമ്പോൾ പോലും ഇദ്ദേഹം എവിടെയാണെന്ന് അറിയുന്നില്ല. നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ശ്രീ K സോമൻ, ഗൂഗിൾ പറയുന്നതിൽ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ? യഥാർത്ഥത്തിൽ ഇതിലൊരു സംശയം നിലനിൽക്കുന്നത്
നോക്കൂ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ കാണാതായ സംഭവത്തിൽ ഇവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പ്രതിനിധി സംഘം തന്നെ അവിടെ എത്തുകയും കന്യാസ്ത്രീകളെ പുറത്തിറക്കുന്നത് വരെ അവിടെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവിടെയെല്ലാം തന്നെ തൃശ്ശൂരിൽ പ്രത്യേകിച്ച് സഭയുമായി എല്ലാം അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ നിരന്തരമായി അവിടെ സഭാ നേതാക്കന്മാരെയും പിതാക്കന്മാരെയൊക്കെ കാണുന്ന സുരേഷ് ഗോപിയെ ഈ വിഷയത്തിൽ കണ്ടില്ല, പ്രതികരണം നടത്തിയിട്ടില്ല എന്ന ഒരു ആരോപണം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ MPയെ കാണാനില്ലേ ശ്രീ കെ സോമൻ? അല്ല, MPയെ കാണാനില്ല എന്ന് തൃശ്ശൂരിൽ ആർക്കാ പരാതിയുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് പരാതിയുള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നല്ല ലക്ഷണമാണ്. കാരണം ഈ ഗോകുൽ ഗുരുവായൂരിന് സുരേഷ് ഗോപിയെ കാണാനുള്ള ഒരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു പദ്ധതി ഉണ്ടാക്കാം, അതിന് നമുക്കൊരു പരിപാടി ഉണ്ടാക്കാം. ഇതൊരു തറ പബ്ലിസിറ്റിയാണെന്നേ. തറ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു പരാതി കൊടുക്കുന്ന നിലയിലേക്ക് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരനെ അധപ്പതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ കുറച്ച് പുനഃസംഘടനാ ചർച്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ താനും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു തുണ്ട് പേപ്പറിൽ കൊണ്ടുവന്നിട്ട് പരാതി കൊടുത്തിട്ട് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുക. നാട്ടിൽ ആരാണെന്ന് ഇത് വിശ്വസിക്കുന്നത്? പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു കേന്ദ്രമന്ത്രി എവിടെ ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് പോലും വിവരമില്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരനോട് എന്താണ് മറുപടി പറയാനുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുകയും സഭാ മേലധ്യക്ഷന്മാരടക്കമുള്ള ആളുകൾ അതിനെ അഭിനന്ദിക്കുകയും അവർക്ക് ആ കാര്യങ്ങൾ ബോധ്യമാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ട് എന്താണിപ്പോൾ നേടാൻ പോകുന്നത്? ഇത് തറ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ വോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാചകമടികളിൽ കോൺഗ്രസിൻ്റെ നേതാവ് അഖിലേന്ത്യാ തലത്തിൽ നടത്തിയതിനു ശേഷം ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരന്മാരെല്ലാം ഇങ്ങനെ വന്നോടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുകയാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെൻറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹത്തിന് താമരയടയാളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ട്, അപമാനിക്കാൻ വേണ്ടിയിട്ട്, ജനാധിപത്യത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ, CPMകാർ, CPIക്കാർ നടത്തുന്ന മത്സര ഓട്ടമാണ്. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളതാണ്. ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. തൃശ്ശൂരിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സുരേഷ് ഗോപി അവിടുത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികളുടെയും കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുകയും അദ്ദേഹം അവിടെ കൃത്യമായി പ്രശംസനീയമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ഇദ്ദേഹം മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കാണുന്നില്ലേ? ഏത് ദിവസങ്ങളിൽ എവിടെയാണ് അദ്ദേഹം എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വരുന്നില്ലേ? ഇതൊരു രാഷ്ട്രീയ ആരോപണമായി തന്നെ അങ്ങ് പറയുന്നത് പോലെ മുഖവിലേക്ക് കേസുകാരന്റെ ആരോപണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആരോപണം അങ്ങനെയാണ് എന്ന് തന്നെ കരുതുക. പക്ഷെ അപ്പോഴും ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപനായിട്ടുള്ള അവിടുത്തെ മെത്രാപ്പോലിത്ത ആയിട്ടുള്ള യുഹാനൻ മോർ മിലിത്യോസ് ആണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോഴും അവിടെ ഉണ്ട്, അങ്ങ് കണ്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ബഹുമാനായ മിലിത്തിയോസ് തിരുമേനിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരു സഭാ മേധാവി എന്ന നിലയിലൊന്നും പരിഹസിക്കാനോ അദ്ദേഹത്തിനെ വിമർശിക്കാനോ ഒന്നും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത് മാത്രമല്ല, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മുൻപരാമർശങ്ങളും അങ്ങൊന്ന് പരിശോധിച്ചോളൂ. അതുകൊണ്ട് അത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലല്ലോ. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ്, ഞാനൊരു MPയെ KC വേണുഗോപാൽ എന്ന് പറയുന്ന MPയെ നിലപാടാണ്. ഞാൻ ചോദ്യം കേട്ടില്ല. അതായത് അദ്ദേഹം ഒരു വോട്ടറാണല്ലോ, തൃശ്ശൂരിലെ ഒരു വോട്ടറാണല്ലോ അദ്ദേഹവും. അപ്പോൾ വോട്ടർമാരും സുരേഷ് ഗോപി MP എവിടെയെന്ന് ചോദിക്കുന്നില്ല എന്ന് അങ്ങ് ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇല്ലാതെയായിട്ട് എത്ര ദിവസമായി എന്നും ഈ വോട്ടർ പറയുന്നത് ഞാൻ കേട്ടോണ്ടില്ലേ, നമ്മൾ കേട്ടോണ്ടല്ലേ ഇരുന്നത്. എത്ര ദിവസമായി? ആ സന്ദർഭത്തിൽ അദ്ദേഹം എവിടെയായിരുന്നു? നമുക്കറിയാം, രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളുണ്ടാവും, ചോദ്യോത്തരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുടെ ശേഖരണമുണ്ടാവും. ആ വക ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ തിരക്കിലേക്ക് ഒരു കേന്ദ്രമന്ത്രി പോകുമെന്ന് അറിയാത്തവരല്ലല്ലോ നമ്മൾ. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൊണ്ടുവന്ന ഒരു തുണ്ട് പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് ഒരു തറ പബ്ലിസിറ്റിക്ക് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ എന്താണ് നമ്മൾ അതിന് മറുപടി പറയേണ്ടതെന്നാണ് അങ്ങ് പറയുന്നത്?
ഇതൊന്നും കൊണ്ട് സുരേഷ് ഗോപിയുടെ വിശ്വാസ്യതയെ തകർക്കാനോ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുള്ള സ്വാധീനത്തെ ഇല്ലാതെയാക്കാനോ ഈ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ഒന്നും സാധ്യമല്ലെന്ന് BJP-യിൽ കേന്ദ്രമന്ത്രിമാരെന്തു പറയണം, BJP-യുടെ നേതാക്കന്മാർ ഏതെല്ലാം വിഷയത്തെ സംബന്ധിച്ച് എപ്പോഴൊക്കെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ച് കുറച്ച് പഥ്യമുള്ള ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിയെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ് നേതാവിനൊന്നും വലിയ താല്പര്യം കാര്യങ്ങൾ അറിയില്ല. എനിക്ക് സുരേഷ് ഗോപിയെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം പല കോൺഗ്രസ്സുകാരുടെയും മനസ്സിൽ ഈ സുരേഷ് ഗോപി ജീവിക്കുന്നുണ്ട്. അത്തരമൊരു സുരേഷ് ഗോപി ജീവിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയാണ് ശ്രീ ഗോകുൽ ഗുരുവായൂരെങ്കിൽ ഞാൻ അതിനെ സമീപനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാനുള്ള സംവിധാനം ചെയ്തു തരാം. ശരി ഗോകുൽ, ഇതൊരു തറ പബ്ലിസിറ്റി ആണോ? അല്ല, ഇദ്ദേഹം പറഞ്ഞത് വാദഗതികളെല്ലാം ഞാൻ കേട്ടു. ഇപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ, ഒരു തറ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വാദഗതി ഉന്നയിച്ചതെന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ പ്രിയപ്പെട്ട ആങ്കർ തന്നെ പറഞ്ഞു, ഈ മാർ വിലിത്യോസ് തിരുമേനി നടത്തിയൊരു പ്രസ്താവന, ഈ പറഞ്ഞ തിരുമേനിക്ക് ഒരു തറ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഒരു കാര്യം, ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട BJP-യുടെ സുഹൃത്ത് പ്രിയപ്പെട്ട സോമൻ, ആ വ്യക്തി പറയുന്ന ആൾ തന്നെ ഒന്ന് വ്യക്തമാക്കണം, ഇപ്പോൾ നിലവിൽ എവിടെയാണ് സുരേഷ് ഗോപി? ഞങ്ങൾക്ക് തൃശ്ശൂരിലെ വോട്ടർമാരായിട്ട്, ഇപ്പം ഞാൻ തൃശ്ശൂരിലെ വോട്ടർമാർ ആരും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയാം, ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ 3-ാം വാർഡിലെ 89-ാം നമ്പർ ബൂത്തിലെ വോട്ടറാണ് ഈ പറയുന്ന ഗോകുൽ ഗുരുവായൂർ എന്ന ഞാൻ. എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP കഴിഞ്ഞ 3-4 മാസമായിട്ട് എവിടെയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മണ്ഡലത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മണ്ഡലത്തിൽ കാണുന്നില്ല, പരിപാടികളിൽ ഉദ്ഘാടനം ചെയ്യാനായാലും മറ്റുമായി ബന്ധപ്പെട്ട് വരുന്നില്ല എന്ന് ഈ മണ്ഡലത്തിലെ ഒരു വോട്ടർ ചോദിക്കുമ്പോൾ അതിനെ തറ പബ്ലിസിറ്റിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയമായിട്ട് ഇതിനെ അങ്ങോട്ട് അവഗണിച്ച് കളയാമെന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റായ ധാരണ മാത്രമാണ്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഈ പറയുന്ന രീതിയിൽ ശരിയായ വോട്ടറാണ്. നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ പോകുന്ന പോലെ വ്യാജ വോട്ട്, ലക്നൌവിൽ നിന്ന് UP വന്ന് വോട്ട് ചെയ്ത് UP-യിൽ നിന്ന് ഗുജറാത്തിൽ പോയി വോട്ട് ചെയ്യുന്ന വ്യക്തിയല്ല. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ 3-ാം വാർഡിലെ 89-ാം നമ്പർ ബൂത്തിലെ കൃത്യമായ വോട്ടവകാശം രേഖപ്പെടുത്തി ഒരു വോട്ട് ഉള്ള ഒരു വോട്ടറാണ് ഈ പറയുന്ന ഒരു ആരോപണം നിങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. എവിടെയാണ്? അല്ലെങ്കിൽ പ്രിയപ്പെട്ട സോമൻ ഇവിടെ നിന്ന് പറയട്ടെ, തൃശ്ശൂർ പാർലമെന്റിലെ MP എവിടെയാണ്? നിങ്ങൾ പറഞ്ഞു തന്നാലും മതി, എവിടെയാണ് ഇദ്ദേഹം? ഈ പറയുന്ന രീതിയിൽ എവിടെയാണ് ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റിലെ MP എന്ന് ഇദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ശ്രീ കെ സോമൻ, അതൊരു ന്യായമായ ചോദ്യമല്ലേ? അല്ല, എന്നെ ഈ ഗോകുൽ ഗുരുവായൂരിന് എന്നെ വിശ്വാസം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്ക് വിശ്വാസമുള്ളത് ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ള പോലീസിനല്ലേ? ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി ഭരിക്കുന്ന ഈ സംസ്ഥാനത്തല്ലേ പോലീസ് ഉള്ളത്? ആ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ പോലീസ് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തെ വിവരം അറിയിക്കുമല്ലോ. അല്ല, വല്ലാണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ BJP-യുടെ തൃശ്ശൂരിലെ ഓഫീസിലൊന്നും പോയാൽ മതി. സുരേഷ് ഗോപിയുടെ അവിടേക്കൊന്നും പോയാൽ മതി. വിലിത്യോസ് തിരുമേനിയുടെ പരാതിയുമായിട്ടൊന്നും ആവശ്യമില്ല. അതിനെ അതൊന്നും വേണ്ട. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൂടി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. പോലീസ് അറിയിക്കുമല്ലോ. ഒരു മറുപടി, കൃത്യമായ ഒരു മറുപടി പറയാനില്ല. അല്ലല്ല, നിങ്ങൾക്ക് മറുപടി പറയാനല്ല എന്റെ പണി. നിങ്ങൾക്ക് മറുപടി പറയാനല്ല സുഹൃത്തെ എന്റെ പണി. എന്റെ പണി നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരിലെ BJP-യുടെ നേതാക്കന്മാരെ അറിയാമല്ലോ. ഒരു ഫോൺ കോൾ ചെയ്ത് ചോദിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് മറുപടി കിട്ടട്ടെ. ശ്രീ കെ സോമൻ, അതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ തൃശ്ശൂരിലെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും ഇപ്പോഴത്തെ DCC പ്രസിഡന്റും മുൻ MP-യുമായിട്ടുള്ള TN പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വോട്ട് ചോരി ആരോപണം രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നത്. അത് നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അപ്പോൾ ഈ ആരോപണങ്ങളിതെല്ലാം മറുപടി പറയാൻ, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാനെങ്കിലും തൃശ്ശൂരിലെ നിലവിലെ MP എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ബാധ്യതയില്ലേ? സുഹൃത്തെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, BJP-യിൽ ആരെന്തെപ്പോൾ എവിടെ പറയണം അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പഥ്യമുണ്ട്.
ആ പഥ്യം പാലിച്ചുകൊണ്ട് ബഹുമാനായ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നും തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ മാധ്യമത്തിൻ്റെ പ്രതിനിധിയും അവിടെ ഉണ്ടായി കാണും. അതുകൊണ്ട് കേന്ദ്രമന്ത്രി തന്നെ വന്ന് മറുപടി പറയണം. അങ്ങ് ഈ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ്സുകാരൻ പാർലമെന്റിന് പുറത്തും പറയുന്നത് പോലെ അങ്ങ് ആവശ്യപ്പെടരുത്. വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മുറികളിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണല്ലോ. അല്ലെന്നേ, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട MP എന്തു പറയണം, മന്ത്രിമാരെന്തു പറയണം, പാർട്ടി നേതാക്കന്മാരെന്തു പറയണം, അത് സുരേഷ് ഗോപി തന്നെ വന്ന് തൃശ്ശൂരിനെ കുറിച്ച് പറയണം. എന്തിനാണ് വാശി പിടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരില് സുനിൽകുമാറും BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ കാണാനില്ല എന്നല്ല പരാതി പറഞ്ഞത്, ജനപ്രതിനിധിയെ കാണാനില്ല എന്നാണ് പരാതി. അല്ല, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട വോട്ടിന്റെ ക്രമക്കേടിനെ കുറിച്ചിട്ട് ഇപ്പോഴല്ലല്ലോ ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലാണല്ലോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. 10,468 വോട്ടുകളുടെ ഇരട്ടിപ്പ് ഇവിടെ ഉണ്ട് എന്ന് തെളിവുകൾ സഹിതം ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാധ്യമപ്രവർത്തകന്മാരുടെ മുമ്പാകെ കൃത്യമായിട്ട് അവതരിപ്പിച്ചല്ലോ. എന്തുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക കൊടുത്തിട്ട് ഈ ഗോകുലിന്റെ പാർട്ടിക്കാരന്മാർ എവിടെയായിരുന്നു? അത് തലയണടിയടിയിൽ വെച്ചിട്ട് ഉറങ്ങിയായിരുന്നോ? സുനിൽകുമാറിന്റെ പാർട്ടിക്കാർക്ക് കൊടുത്തിട്ടുള്ള വോട്ടർ പട്ടിക കൊടുത്തപ്പോ അവിടെ വിതരണം ചെയ്ത പട്ടികയുമായി എവിടെയായിരുന്നു ഇവര്? വോട്ടിന്റെ ഇരട്ടിപ്പുണ്ട്, സുരേഷ് ഗോപിയുടെ ബന്ധുക്കളുടെ പേരിൽ അനധികൃതമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരു പരാതി കൊടുക്കാൻ, ഏതെങ്കിലും ഒരു BLOയെ സമീപിക്കാൻ, ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് പരാതി കൊടുക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിന് ശേഷമോ തയ്യാറാവാതെ ഇപ്പൊ എവിടെ നിന്നോ ആരോ എന്തോ വിളിച്ചു പറഞ്ഞു എന്ന് കേട്ടിട്ട് പൊട്ടനാട്ടം കാണുന്നത് പോലെ തൃശ്ശൂർ ഇറങ്ങി നടക്കുകയാണ്. ഇതിപ്പോ തുടങ്ങിയതല്ല. സുരേഷ് ഗോപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്ന പിറ്റേ ദിവസം തുടങ്ങിയതാണ്. സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടല്ല, BJPക്ക് കിട്ടിയ വോട്ടല്ല, നടന് കിട്ടിയ വോട്ടാണ്, സേവനത്തിന് കിട്ടിയ വോട്ടാണ്, എന്തെല്ലാം പറഞ്ഞ് നിങ്ങൾ ഇവരെ പരിഹസിച്ചു. എനിക്ക് മാധ്യമങ്ങൾക്കെങ്കിലും ഒരു ഔചിത്യബോധം ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഏറെ വിനയത്തോട് ഉപയോഗിക്കുകയാണ്. ജനങ്ങളെ പരിഹസിക്കരുത്, ക്യൂ നിന്ന് വോട്ട് ചെയ്ത ജനങ്ങളെ പരിഹസിക്കരുത്. അവിടെ നട്ട വെയിലത്ത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വന്ന് കാത്തു നിന്ന് ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരെ, ജനാധിപത്യത്തിൻ്റെ പങ്കാളികളായിട്ടുള്ള വോട്ടർമാരെ പരിഹസിക്കുന്ന സമീപനം CPM-ഉം കോൺഗ്രസും അവസാനിപ്പിക്കണം. മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത്. ഇതൊരു പ്രോസസ് ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയയിലൂടെ അവരുടെ പ്രോസസ്സിന്റെ ഭാഗമായി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. നമ്മളിപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി 12-ാം തീയതി വരെ ഉണ്ട്. 31-ാം തീയതി അതിൻ്റെ അന്തിമ രൂപം വരും. അപ്പോഴും പരാതി കൊടുക്കാം, ഇപ്പോഴും പരാതി കൊടുക്കാം. ഈ പ്രോസസ്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പല ഘട്ടങ്ങളിലുണ്ടായിരുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് BLOമാർ അതാത് ബൂത്തുകളിൽ ക്യാമ്പ് ചെയ്ത് ഒരു പകൽ മുഴുവൻ കാത്തിരുന്നു. എവിടെയായിരുന്നു കോൺഗ്രസുകാർ? കോൺഗ്രസിന്റെയും CPM-ന്റെയും CPI-യുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാർ അതിൽ നമുക്ക് ഗൂഗിളിനോട് മറുപടി ചോദിക്കണം. കോൺഗ്രസ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കണം. അങ്ങ് പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ജനത്തെ പരിഹസിക്കരുത് എന്നുള്ളത്. ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനത്തിന് സ്വാഭാവികമായും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ. അപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വലിയ ഒരു പ്രാതിനിധ്യമുള്ള ഒരു വിഭാഗമാണ്, ന്യൂനപക്ഷ വിഭാഗമാണെങ്കിൽ പോലും ക്രിസ്ത്യൻ വിഭാഗം. തൃശ്ശൂരിൽ അവർക്ക് വലിയ രീതിയിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് വസ്തുതയായ ഒരു കാര്യമാണല്ലോ. ആ അർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അതിനുശേഷം ഒഡീഷയിലും സമാനമായ രീതിയിൽ ബജരംഗ് ദളിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സമയത്ത് ഉൾപ്പെടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള MP, പ്രത്യേകിച്ച് അദ്ദേഹം ആ ക്രിസ്തീയ സഭകളുമായിട്ടും ക്രിസ്ത്യൻ ആരാധനാ രീതിയുമായി പോലും വളരെ അടുപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ അതിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഒരു മറുപടി കേൾക്കാൻ, ഞങ്ങൾ ആ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകില്ലേ? തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ആവശ്യമുണ്ടാകും, സ്വാഭാവികമാണ്. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു പ്രതികരണം കേൾക്കാൻ വേണ്ടിയിട്ട് കേരളം ആഗ്രഹിച്ചിരുന്നു.
കേരളം ആഗ്രഹിച്ചിരുന്നു. ഇത് പച്ചയ്ക്ക് അമ്പലത്തിൻ്റെ മുറ്റത്ത് കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന് പറഞ്ഞ മുദ്രാവാക്യം കേരളത്തിൽ മുഴുകിക്കേട്ടപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ നിന്നും ഒരു പ്രതികരണം കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളാരും അത് കേട്ടില്ല. ഒരു മാധ്യമങ്ങളും ആ പ്രതികരണങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. അതുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ എപ്പോഴൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളത് പല സന്ദർഭങ്ങളിൽ കേരളം കണ്ടതാണ്. തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആഗ്രഹത്തെ തെറ്റായി കാണുന്നില്ല ഞാൻ. അല്ലല്ല, അങ്ങനെയല്ല. ഒരു വിഷയമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, പൊതുരംഗത്ത് നിൽക്കുന്നവരായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായാലും ജനപ്രതിനിധികളായാലും ഏത് സന്ദർഭത്തിൽ പ്രതികരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ളൊരു സ്വാതന്ത്ര്യം അവർ പ്രയോഗിക്കുന്നുണ്ടാവും. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. അതിനെ നമ്മൾ രാഷ്ട്രീയമായി കാണരുത്. അത് വേറൊരർത്ഥത്തിൽ വക്രീകരിച്ച് വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും ഇവിടെ കോൺഗ്രസും CPM-ഉം നടത്തുന്ന ശ്രമം മാത്രമാണ് ഈ പരാമർശവും. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കിക്കൊണ്ട് സുരേഷ് ഗോപി അവിടെ വരുമ്പോൾ ശ്രീ ഗോകുൽ ഗുരുവായൂരിനും അദ്ദേഹത്തെ കാണാം. ഇനി വല്ലാണ്ട് തിടുക്കമുണ്ടെങ്കിൽ നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ശരി, ശ്രീ കെ സോമൻ തുടരുക. ഗോകുൽ, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് അത് കർണാടകയുടെ കാര്യത്തിലാണ്. തൃശ്ശൂരിൽ കുറച്ചുകൂടി നല്ല സംഘടനാ സംവിധാനം ഉൾപ്പെടെ ഉള്ളതാണല്ലോ കോൺഗ്രസിനും CPM-നും CPI-ക്കും ഉൾപ്പെടെ. അപ്പോൾ അവരുടെ പ്രതിനിധി ഇതിനകത്തില്ല. അപ്പോൾ ഗോകുലിലേക്കാണ് അത് ചോദിക്കാനുള്ളത്. ഇന്നലെ ജോസഫ് ടാജറ്റ് തന്നെയാണ് ഈ ആരോപണം വീണ്ടും ആവർത്തിക്കുന്നത്. TN പ്രതാപനും നേരത്തെ പരാതി നൽകിയിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഗോകുൽ ഉൾപ്പെടെ അവിടുത്തെ സ്ക്വാഡ് പ്രവർത്തനത്തിനും ബൂത്ത് കയറിയുള്ള പ്രവർത്തനത്തിനൊപ്പം ഒക്കെ നേതൃത്വം നൽകിയിട്ടുണ്ടാകുമല്ലോ. ഗോകുലിന്റെ കയ്യിൽ ഉൾപ്പെടെ ഈ വോട്ടർ പട്ടിക വന്നിട്ടും ഉണ്ടാകും. കരട് വന്നു, അതിനുശേഷം അന്തിമം വന്നു. അപ്പോഴൊന്നും ഇക്കാര്യം നോക്കിയിരുന്നില്ലേ? എന്താണ് മറുപടി? അല്ല, ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻ MP കൂടിയായിട്ടുള്ള TN പ്രതാപൻ നിരവധി തവണ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് നിരന്തരമായി പരാതികൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ പറയുന്ന കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന ഞങ്ങളുടെ DC പ്രസിഡന്റായ കൂടിയായിട്ടുള്ള ജോസഫ് ടാജറ്റ് ഈ പറയുന്ന വിഷയത്തിന് ആധാരമായിട്ടുള്ള സുരേഷ് ഗോപി വോട്ട് തൃശ്ശൂർ പാർലമെന്റിൽ ചേർത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രേഖകൾ മുഖാന്തരം മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ അദ്ദേഹം വോട്ട് ചേർക്കുന്നതിനായിട്ട് ഇവിടെ ഒരു വാടക വീട് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ട് മാറ്റം നടത്തി പാർലമെന്റിലേക്ക് വോട്ട് ചേർത്ത് അതിനുശേഷം ഇദ്ദേഹം ഇവിടെ ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിലേക്കെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്തരത്തിലുള്ള വോട്ടുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചോദിക്കൂ, ശ്രീ കെ സോമൻ ചോദിച്ചോളൂ. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ, രാഷ്ട്രീയ നേതാക്കന്മാര് അവർ മത്സരിക്കുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമുള്ള പ്രദേശത്ത് വോട്ട് മാറ്റിക്കൊണ്ട് പോകുന്നത് കേരളത്തിൽ ഇതംവർദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ ഗോകുലിനോട് പറയുന്നു, ഗോകുൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അന്വേഷിച്ചോളൂ. ഹരിപ്പാട് നഗരസഭയിലെ 52-ാം നമ്പർ ബൂത്തിൽ നിങ്ങളുടെ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല പഞ്ചായത്തിലുണ്ടായിരുന്ന വോട്ട് മാറ്റിക്കൊണ്ടുവന്നത് ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ്. അതിനു മുമ്പ് അദ്ദേഹം അവിടെയല്ല വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെയും വോട്ടുള്ളത് ഹരിപ്പാട് നഗരസഭയിലാണ്. അദ്ദേഹം താമസിക്കുന്നതും അദ്ദേഹം വോട്ട് ചെയ്തുകൊണ്ടിരുന്നതും ചെന്നിത്തലയിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അവിടെ ഇല്ല. അതിനർത്ഥം അത് കള്ളവോട്ടാണ്, അത് കള്ളത്തരമാണ് എന്ന് അങ്ങ് സമ്മതിക്കുമെങ്കിൽ സുരേഷ് ഗോപി ചെയ്തതും ഈ നിലയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല, അത് കേരളത്തിൽ ആദ്യമായിട്ടുമല്ല. ആ ചോദ്യത്തിന് കൂടി അങ്ങൊന്ന് മറുപടി പറയൂ. ഗോകുൽ പറയാം. അല്ല, ഇതിൽ ഞാൻ ഇപ്പോൾ ആങ്കറോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം പരാതി നൽകിയ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ചോദ്യം ഞാൻ ഈ പറയുന്ന BJPയുടെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ സോമൻ അവരുടെ മുൻപാകെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അത് പ്രിയപ്പെട്ട ആങ്കർ കേട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നിലവിൽ തൃശ്ശൂരിൻ്റെ MP എവിടെയാണ്?
BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് പോലും ആ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മറുപടി അദ്ദേഹത്തിന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ എവിടെയാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നൊരു വസ്തുതയാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ചയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല, അദ്ദേഹം പറയുന്നത് അവിടെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ BJPയുടെ തൃശ്ശൂരിലെ നേതാക്കളോട് ചോദിച്ചാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെയല്ലേ കെ സോമൻ? തൃശ്ശൂരിലെ നേതാക്കളോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ MP ഓഫീസിൽ വരെ ചോദിച്ചതിന് ശേഷമാണ് പോലീസിനെ സമീപിച്ചല്ലോ. പോലീസ് അങ്ങേക്ക് മറുപടി തരട്ടെ. പോലീസ് അങ്ങേക്ക് മറുപടി തരുമ്പോ സമൂഹത്തോടെ പറയൂ. ചോദിക്കുന്നതിന് മറുപടി പറയാനല്ലോ ഞാൻ വന്നത്. ചോദിക്കാനുള്ളത് BJP അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരത്തിലൊരു ചർച്ച തന്നെ ഇവിടെ നടക്കുന്നത്. ഈ BJPയുടെ ജില്ലാ നേതാക്കൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ MP ഓഫീസിൽ ഞങ്ങൾ ബന്ധപ്പെട്ടത്. ഈ MP ഓഫീസിലുള്ള ഇദ്ദേഹത്തിന്റെ സ്റ്റാഫിന് പോലും അറിയില്ല ഇദ്ദേഹം എവിടെയാണ്. ഇനി ഇദ്ദേഹത്തെ പണ്ട് നമ്മുടെ ഈ ബന്ദിപ്പൂർ കാടുകളിൽ വീരപ്പൻ നമ്മുടെ സിനിമാ നടന്മാരെ തട്ടിക്കൊണ്ടുപോയി ബാർഗെയിനിങ് നടത്തുന്ന ഒരു പ്രക്രിയയൊക്കെ പണ്ട് കേരളത്തിലുണ്ടായിരുന്നല്ലോ. അതേപോലെ ഇദ്ദേഹത്തിന് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ, അല്ലെങ്കിൽ അദ്ദേഹം ഇനിയിപ്പോ എവിടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയോ പറഞ്ഞത് ഈ പരാമർശത്തെയാണ്. പബ്ലിസിറ്റി എന്ന് ഗോകുലെ ഈ പറഞ്ഞ പരാമർശത്തെയാണ് ഞാൻ പറഞ്ഞത്. പബ്ലിസിറ്റിയാണ്. അത്രയും തറയാവാൻ പാടില്ല നാട്ടിലെ യൂത്ത് കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഏറെ ബഹുമാനായ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ ഒരു വാചകത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. BJPയുടെ തൃശൂർ പാർലമെന്റിലെ MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ ഏറെ പ്രിയകരനായ സുരേഷ് ഗോപി MP എവിടെയാണ് ഉള്ളത്? നിലവിൽ ഈ ദിവസം ഈ സമയത്ത് എവിടെയാണ് ഉള്ളത്? നിങ്ങൾക്ക് സൗഹാർദ്ദമുള്ള സ്വാതന്ത്ര്യമുള്ള പിണറായി വിജയന്റെ പോലീസിനോടല്ലേ സാർ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്? ഗോകുലെ, ആ പോലീസ് ഒന്ന് കണ്ടുപിടിച്ച് ഗോകുലിനെ അറിയിക്കുമല്ലോ. സാർ, നിങ്ങൾ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നണി ചർച്ച നടത്തി ഒരുമിച്ച് മത്സരിച്ച വ്യക്തിയാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പോലീസാണെന്നുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ അഗാധമായ മറ്റേ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകണമെങ്കിൽ യാതൊരു മടിയില്ല, നമുക്ക് പോകാം. സിമ്പിൾ ആയിട്ടൊരു ചോദ്യം മാത്രമേ എനിക്ക് കെ സോമനോട് ചോദിക്കാനുള്ളൂ. നിലവിൽ തൃശ്ശൂരിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എവിടെയാണ്? ആ ഒരു ചോദ്യത്തിന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ ഏറെ പ്രസിദ്ധനായി എന്ന് താങ്കൾ സ്വയം വിശേഷിക്കുന്ന പ്രിയപ്പെട്ട കെ സോമൻ എന്നെ ഉത്തരം പറയാനില്ല എങ്കിൽ ഈ മണ്ഡലത്തിലെ ഒരു സാധാരണ വോട്ടർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ട ഒരു MP എവിടെയാണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇലക്ഷന് മുൻപ് എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും കേക്കുമായി പോവാൻ സമയമുണ്ടായിരുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. ഈ പറയുന്ന ലൂർദ് പള്ളിയിലെ മാതാവിന് ചെമ്പ് കിരീടം കൊടുത്ത് പറ്റിച്ച്, അല്ലെങ്കിൽ ആദ്യം സ്വർണ്ണ കിരീടമാണെന്ന് പറഞ്ഞ് ചെമ്പ് കിരീടം കൊടുത്ത് പറ്റിച്ച്, പിന്നെ അത് വീണ്ടും സ്വർണ്ണ കിരീടമാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ സമയമുണ്ടായിരുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. ഈ പറയുന്ന രീതിയിലേക്ക് മുട്ടിലഴിഞ്ഞ് തൃശ്ശൂരിലെ മറ്റേ പുത്തമ്പള്ളിയിലൂടെ നടന്നിരുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. ഈ പറയുന്ന ക്രിസ്ത്യൻ വീടുകൾ തെരഞ്ഞുപിടിച്ച് ഓരോ വോട്ടും എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ ഓടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന രീതിയിൽ എവിടെയാണ് എന്ന് ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വോട്ടർ കൂടിയായി ഞാൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ താങ്കൾക്ക് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ കെ സോമന് പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇനി എന്താ പറയേണ്ടത്? അല്ലെങ്കിൽ ഈ വോട്ടറിലെ കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഗോകുൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. തൃശ്ശൂരിലെ വോട്ടർ എന്ന കപ്പാസിറ്റിയിലാണ് താൻ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ ആവർത്തിക്കുന്നത് എന്നാണ് ഗോകുൽ പറയുന്നത്. ഞാൻ വരാം. ഉറങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണർത്താൻ പറ്റും. ഉറങ്ങിക്കിടക്കുന്ന ആളിനെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും. ഉറക്കം നടിച്ചാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഗോകുൽ ഉറക്കം നടിക്കുകയാണ്. ഗോകുലിനെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഉണർത്താൻ സാധ്യമല്ല. ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു ഗതികേടാണ്. കോൺഗ്രസ്സുകാരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ഇത് തൃശ്ശൂരിലെ ജനത കാണുന്നുണ്ട്. അവരതിന് തക്കതായിട്ടുള്ള താക്കീത് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും. ശരി, ഓക്കെ, വളരെ നന്ദി. ഗോകുൽ, താങ്കൾക്കും ചുരുക്കാം, അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ്.
പ്രിയപ്പെട്ട ആങ്കറോട് ഒരു കാര്യം വയ്ക്കുക. ഇതിന് ഇത്ര വലിയ അഗാധമായ ചർച്ചയോ മറ്റേ പോളിറ്റ് ബ്യൂറോ രീതിയിലുള്ള ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ വളരെ കർട്ടൺ റൈറ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ചോദ്യം BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്ന ഈ പറയുന്ന കെ സോമന് മുൻപാകെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരൊറ്റ ചോദ്യമേ തൃശ്ശൂരിലെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് മാറ്റിവെച്ചുള്ളൂ. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ 3-ാം വാർഡിലെ 89-ാം നമ്പർ ബൂത്തിലെ വോട്ടറായ ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, എവിടെയാണ് ഞങ്ങളുടെ MP? ഇന്നേ ദിവസം ഈ സമയത്ത് എവിടെയാണ് ഞങ്ങളുടെ MP? ആ MP എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഈ പറഞ്ഞ പരാതിയും മറ്റു വിഷയങ്ങളെല്ലാം അവസാനിക്കുന്നതാണ്. അങ്ങനെ ഒരു മറുപടി പറയാൻ പോലും ഈ BJP എന്ന് പറയുന്ന സംസ്ഥാനത്തെ പാർട്ടിയുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഏറെ ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന ഈ പാർട്ടി ഒന്നും ഇല്ലാത്ത ന്യൂട്രലായിട്ട് നിൽക്കുന്ന സാധാരണക്കാരനായ ഈ പറയുന്ന ജനവിഭാഗത്തിലെ ഒരു വ്യക്തിക്ക് ചോദിച്ചാൽ മറുപടി പറയാൻ എവിടെയാണ് ഞങ്ങളുടെ MP? ആ ഒരു ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. തൃശ്ശൂരിലെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പാണ് അല്ലെങ്കിൽ ഒരു തറ പരിപാടിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ ഗോകുൽ അവിടുത്തെ ഒരു വോട്ടർ എന്ന നിലയിലാണ് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഗോകുലും പറയുന്നത്. പറയണം കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറുപടി കിട്ടുമ്പോ ഒന്ന് മാധ്യമങ്ങളോട് പറയണം, അപ്പൊ ഞങ്ങൾ മറിഞ്ഞുകൊള്ളാം ഗോകുലെ. ശരി, ഓക്കെ, വളരെ നന്ദി. ഗോകുൽ ഗുരുവായൂർ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തൃശ്ശൂർ, ഒപ്പം തന്നെ K. സോമൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നിവരാണ് ഹോട്ട് ടീ ആൻഡ് ടോക്കിൽ നമുക്കൊപ്പം ചേർന്നത്.